ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിച്ചു. ആദ്യഘട്ടത്തിൽ 124 സ്ഥാനാർത്ഥികൾ. പിണറായി വിജയൻ ധർമ്മടത്തും വി.എസ്. അച്യുതാനന്ദൻ മലമ്പുഴയിലും മത്സരിക്കും. നടൻ മുകേഷ് കൊല്ലത്തും മാധ്യമപ്രവർത്തകരായ നികേഷ് കുമാർ അഴീക്കോടും വീണ ജോർജ് ആറന്മുളയിലും സ്ഥാനാർത്ഥികളാകും. 16 പേരുടെ പേരുകൾ പിന്നീട് പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി ജീവൻ കുമാർ ടെലിഫോണിൽ ചേരുന്നു. ജീവൻ, സ്ഥാനാർത്ഥി പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, ധർമ്മടത്ത് പിണറായി വിജയനും മലമ്പുഴയിൽ വി.എസ്. അച്യുതാനന്ദനും അടക്കം 14 നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള 124 സ്ഥാനാർത്ഥികളെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈക്കം വിശ്വൻ പ്രഖ്യാപിച്ചത്. CPIM മത്സരിക്കുന്ന തൊടുപുഴ, കോതമംഗലം അടക്കമുള്ള 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പിന്നീട് പ്രഖ്യാപിക്കും. CPIM-ന്റെ 90-ഉം CPI-യുടെ 25-ഉം LDF ഘടകകക്ഷികളുടെ 9 സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ EP ജയരാജൻ മട്ടന്നൂരിലും, തോമസ് ഐസക് ആലപ്പുഴയിലും, AK ബാലൻ തരൂരിലും, KK ശൈലജ കൂത്തുപറമ്പിലും മത്സരരംഗത്തുണ്ട്. 12 വനിതകളും 11 സ്വതന്ത്രരും ജനപിന്തുണ തേടുന്നുണ്ട്. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ TP രാമകൃഷ്ണൻ പേരാമ്പ്രയിലും, MM മണി ഉടുമ്പൻചോലയിലും മത്സരിക്കുന്നു. പ്രശസ്ത ചലച്ചിത്ര താരം മുകേഷ്, മാധ്യമപ്രവർത്തകരായ ഡോക്ടർ സുഭാഷൻ പോൾ, MV നികേഷ് കുമാർ, വീണ ജോർജ് എന്നിവരും സ്ഥാനാർത്ഥികളാണ്. DYFIയുടെ സംസ്ഥാന പ്രസിഡന്റ് AN ഷംസീർ തലശ്ശേരിയിലും, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി M സ്വരാജ് തൃപ്പൂണിത്തുറയിലും ജനവിധി തേടും. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് ജെയ്സ് C തോമസിനാണ് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയെ നേരിടാനുള്ള നിയോഗം വന്നിരിക്കുന്നത്. നിലവിൽ 12 വനിതാ സ്ഥാനാർത്ഥികളെയാണ് ഇപ്പോൾ CPIM-ന്റെ പട്ടികയിലുള്ളത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പുറത്തുവിട്ട പട്ടികയിലുള്ളത്. KK ശൈലജ കൂത്തുപറമ്പിലും, J മേഴ്സിക്കുട്ടിയമ്മ കുണ്ടറയിലും, KK ലതിക കുറ്റ്യാടിയിലും, TN സീമ വട്ടിയൂർക്കാവിലും, അഡ്വക്കേറ്റ് ഐഷ പോറ്റി കൊട്ടാരക്കരയിലും, KP സുമതി മലപ്പുറത്തും, സുബൈദ ഇസഹാക്കും തൃത്താലയിലും, മേരി ജോസ് വടക്കാഞ്ചേരിയിലും, രുക്മിണി സുബ്രഹ്മണ്യൻ സുൽത്താൻ ബത്തേരിയിലും, അഡ്വക്കേറ്റ് ഷിജി ശിവജി കുന്നത്തുനാട്ടിലും, അഡ്വക്കേറ്റ് U പ്രതിഭാഹരി കായംകുളത്തും, മാധ്യമപ്രവർത്തക വീണ ജോർജ് ആറന്മുളയിലുമാണ് ജനവിധി തേടുക. നിലവിലത്തെ MLA-മാരായ KT ജലീലും PT റഹ്മാനും അടക്കം 11 സ്വതന്ത്രർ മത്സര രംഗത്തുണ്ട്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ സ്വതന്ത്രർ മത്സരിക്കുന്നത്. KT ജലീൽ തവനൂരിലും, KP ബീരാൻകുട്ടി കൊണ്ടോട്ടിയിലും, PV അൻവർ നിലമ്പൂരിലും, V അബ്ദുറഹ്മാൻ താനൂരിലും, PV അബ്ദുൽ ഗഫൂർ തിരൂരിലും, MV നികേഷ് കുമാർ അഴീക്കോട്ടും, മുകേഷ് കൊല്ലത്തും, ഡോക്ടർ സുഭാഷൻ പോൾ തൃക്കാക്കരയിലും, PT റഹീം കുന്ദമംഗലത്തും, കാരാട്ട് അബ്ദുൾ റസാഖ് കൊടുവള്ളിയിലും മത്സര രംഗത്തുണ്ട്. ഇതടക്കം 4 കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളോ അടക്കം CPIM-ന്റെ പട്ടിക ഇതാണെങ്കിൽ, CPI-യുടെ ഭാഗത്ത് നിന്ന് മുല്ലക്കര രത്നാകരനും T ദിവാകരനും അടക്കമുള്ള മുതിർന്ന നേതാക്കളും മത്സര രംഗത്തുണ്ട് എന്നതാണ് പ്രത്യേകത. വരുന്ന 16 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകാതെ ഉണ്ടാകുമെന്നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനർ വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കി. ധന്യ. LDF ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചു. S ജീവൻകുമാറാണ് വിശദാംശം. വാർത്തകളിലേക്ക്. KPCC പ്രസിഡന്റ് തന്നെ അഴിമതി മന്ത്രിമാർക്കു നേരെ വിരൽ ചൂണ്ടുന്ന അത്യപൂർവ സാഹചര്യമാണ് കേരളത്തിലുള്ളതെന്ന് LDF കൺവീനർ വൈക്കം വിശ്വൻ. കേരളത്തിന്റെ സമഗ്ര വികസനം മുൻനിർത്തിയുള്ള LDF പ്രകടന പത്രിക ഏപ്രിൽ 5-ന് പുറത്തിറക്കുമെന്നും വൈക്കം വിശ്വൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മതനിരപേക്ഷ വികസിത കേരളം കെട്ടിപ്പടുക്കുന്നതിന് ഉതകുന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ഞങ്ങൾ നേരിടുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ അതിനനുസരിച്ച് തന്നെ കേരളത്തിൻ്റെ തനതായ പ്രശ്നങ്ങൾ ഉയർത്തി വ്യത്യസ്ത മേഖലകളെ ബന്ധപ്പെടുത്തിയ പ്രകടന പത്രിക 5-ാം തീയതി നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കും. കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണയത്തിൽ തർക്കം രൂക്ഷമാകുന്നു. K ബാബുവിനെയും KC ജോസഫിനെയും മാറ്റിയാൽ താൻ മത്സരിക്കില്ലെന്ന് ഉമ്മൻചാണ്ടി മുകുൾ വാസ്നിക്കിനെ കണ്ടറിയിച്ചു. ആരോപണ വിധേയരായ മന്ത്രിമാരെ മത്സരിപ്പിക്കരുതെന്ന് രാഹുൽ ഗാന്ധിയെ കണ്ട് സുധീരനും ആവശ്യപ്പെട്ടു. ഉമ്മൻചാണ്ടിയും VM സുധീരനും തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ രമേശ് ചെന്നിത്തലയുടെ മധ്യസ്ഥ ശ്രമം ആരംഭിച്ചു. സ്ക്രീനിംഗ് കമ്മിറ്റി യോഗം മറ്റന്നാളത്തേക്ക് മാറ്റി. ഒരു അസാധാരണമായിട്ടുള്ളൊരു സ്ഥിതിവിശേഷം ഒരിക്കലുമുണ്ട് എന്ന് ആർക്കും പറയാനാവില്ല. അതുകൊണ്ട് ഒരു തരത്തിലും ഒരു പ്രശ്നങ്ങൾക്ക് വഴിവെക്കാത്ത എല്ലാം വളരെ ഭംഗിയായി നിലപാടിൽ മാറ്റം വരുത്തേണ്ട കാര്യവും ഏതെങ്കിലും തരത്തിൽ അങ്ങനെ ഒരു സാഹചര്യം നിലനിൽക്കുന്നില്ലല്ലോ. കോൺഗ്രസിനെതിരെ പരോക്ഷ വിമർശനവുമായി തൃശൂർ അതിരൂപത. ചിലരെ സ്ഥിരമായി മത്സരിപ്പിക്കുന്നത് സഭയുടെ ഔദാര്യമായി കണക്കാക്കരുതെന്ന് കത്തോലിക്ക കോൺഗ്രസിന്റെ വാർത്താക്കുറിപ്പ്. CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അതിരൂപത ആർച്ച് ബിഷപ്പ് മാർച്ച് ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടുപുറകെയായിരുന്നു വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയത്.
CPIM ജില്ലാ നേതാക്കളോടൊപ്പം ബിഷപ്പ് ഹൗസിലെത്തിയ കോടിയേരി അരമണിക്കൂറോളം അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ സംഭാഷണം മാത്രമായിരുന്നു എന്ന് വ്യക്തമാക്കിയ കോടിയേരി തങ്ങൾക്ക് ആരുമായും ശത്രുതയില്ലെന്നും പ്രതികരിച്ചു. ആൻഡ്രൂസ് താഴത്ത് പിതാവിനെ കാണാൻ അവസരം കിട്ടി. അദ്ദേഹവുമായിട്ട് സംസാരിച്ചു. കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സഹായകമായ വിധത്തിലുള്ള ഒരു സൗഹൃദ സംഭാഷണം മാത്രമാണ് നടന്നത്. എന്നാൽ കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടുപിന്നാലെ എഴുതി തയ്യാറാക്കിയ വാർത്താക്കുറിപ്പുമായി കത്തോലിക്ക കോൺഗ്രസ് രംഗത്തെത്തി. ചിലരെ സ്ഥിരമായി വിജയിപ്പിക്കുന്നത് കത്തോലിക്ക സഭയുടെ ഔദാര്യമായി കാണേണ്ടെന്ന പത്രക്കുറിപ്പിൽ വിമർശനമുണ്ട്. കത്തോലിക്കരെ മുൻനിരയിൽ നിന്ന് തഴയാൻ കോൺഗ്രസ് ശ്രമിക്കുന്നതായി വിമർശനമുണ്ട്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മത്സരിച്ച ചില കത്തോലിക്കരെ തേറമ്പിൽ രാമകൃഷ്ണനും മന്ത്രി CN ബാലകൃഷ്ണനും ചേർന്ന് പരാജയപ്പെടുത്താൻ ശ്രമിച്ചതായി സഭ നേരത്തെ ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഇതിന്റെ തുടർച്ചയായാണ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവരുന്നതിനു മുമ്പേ സഭയുടെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് മുമ്പായി കത്തോലിക്ക സഭ കോൺഗ്രസിനെതിരെ രംഗത്തെത്തിയത് UDFനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സ്ഥാനാർത്ഥി നിർണയം നടത്താനുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി ദില്ലിയിൽ ആരംഭിച്ചതിനു പിന്നാലെ കേരളത്തിൽ നിന്നും 100 കണക്കിന് സ്ഥാനാർത്ഥി മോഹികളാണ് ദില്ലിയിലെത്തിയിരിക്കുന്നത്. മുതിർന്ന നേതാക്കളെ കണ്ട് സീറ്റ് ഉറപ്പിക്കുന്നതിനായി സ്വന്തം മണ്ഡലത്തിലെ വിജയസാധ്യതാ രേഖകളുമായാണ് നേതാക്കളുടെ വരവ്. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയെയും നേരിട്ട് കണ്ടെങ്കിലും KPCC ലിസ്റ്റിൽ കടന്നുകൂടുക എന്നതാണ് ലക്ഷ്യം. നേതാക്കൾ എത്തിയതോടെ ദില്ലിയിൽ ഹോട്ടലുകളിൽ റൂം കിട്ടാനില്ലാതായി. മുഴുവനിപ്പോൾ പ്രതീക്ഷയുടെ ഗദർധാരികളാണ്. കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചയ്ക്ക് ശേഷമുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുന്നോടിയായി പട്ടികയിൽ ഇടം നേടാനുള്ള തത്രപ്പാടിലാണ് സ്ഥാനാർത്ഥി മോഹികൾ. സ്വന്തം കീശയിൽ നിന്ന് കാശുമുടക്കി ഫ്ലൈറ്റിലെത്തി ഉമ്മൻചാണ്ടിയെയും സുധീറിനെയും ചെന്നിത്തലയും മാറി മാറി കയറിയിറങ്ങി കാണുകയാണ് നേതാക്കൾ. കളിക്കല്ലേ, നാളത്തെ നിയമസഭാ സാമാജികരാണേ. അതിന് നേതൃത്വത്തിന് നൽകാൻ ഒരു ഉപദേശവും റെഡി. ജനങ്ങൾ ആഗ്രഹിക്കുന്ന വിധത്തിലുള്ള സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞാൽ നിശ്ചയമായും കേരളത്തിൽ ഒരു ഭരണ തുടർച്ച ഉണ്ടാകും. കേരളത്തിലെ കോൺഗ്രസ് അംഗത്തുള്ള യുവാക്കൾ എല്ലാവരും ആഗ്രഹിക്കുന്നത് അങ്ങനെ ഒരു സ്ഥാനാർത്ഥി നിർണയമാണ്. കൂട്ടത്തിൽ കേരള ഹൗസിലെ VM സുധീറിന്റെ മുറിക്ക് മുന്നിലാണ് ഏറ്റവും വലിയ ക്യൂ. അധ്യക്ഷന്റെ വാക്കിൽ പ്രതീക്ഷ കൂട്ടി മറ്റു നേതാക്കളുടെ അടുത്തേക്ക്. അല്ല നേതാവേ, പ്രസിഡന്റ് എന്തു പറഞ്ഞു? സ്ഥാനാർത്ഥി ലിസ്റ്റ് പൂർണ്ണമായിട്ടും തയ്യാറായി കഴിഞ്ഞിട്ടില്ല. അതിൽ പല സ്ഥാനാർത്ഥികളുണ്ട്. അവർ കമ്മിറ്റി ഇരുന്ന ശേഷം ഇത് പരിശോധിച്ച് ഏറ്റവും വിജയസാധ്യതയുള്ള ആളുകൾക്ക് സീറ്റ് നൽകുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഓരോ മണ്ഡലങ്ങളിലും സ്വന്തം വിജയസാധ്യത നിർണ്ണയിക്കുന്ന രേഖകളുമായാണ് കൂടിക്കാഴ്ച. കഴിയുമെങ്കിൽ രാഹുൽ ഗാന്ധിയെയും സോണിയയും ഒന്ന് നേരിട്ട് കണ്ടാൽ കൊള്ളാമെന്നുണ്ട്. 140 മണ്ഡലങ്ങളിലെ 82 സീറ്റിലേക്കായി 200-ൽ പരം നേതാക്കളാണ് ഒരേ സ്വപ്നവുമായി പരക്കം പായുന്നത്. ചർച്ച ചെയ്താലും കുളമാകും, ചർച്ച ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ പ്രശ്നമെന്ന അവസ്ഥ. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ധർമ്മടത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ യോഗം നടന്ന പിണറായി പാറപ്പുറത്ത് വെച്ചാണ് പ്രചാരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയത്. മണ്ഡലത്തിലെ കുടുംബയോഗങ്ങളിലും പ്രാദേശിക പൊതുയോഗങ്ങളിലും പിണറായി സംബന്ധിച്ചു. പിണറായി പാറപ്പുറത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണ സമ്മേളന സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ ജന്മനാട് കൂടിയായ ധർമ്മട മണ്ഡലത്തിൽ പര്യടനം ആരംഭിച്ചത്. ബൂത്ത് കുടുംബ സംഗമങ്ങളിൽ പ്രിയ നേതാവിനെ കാണാൻ ആളുകൾ ഒഴുകിയെത്തി. ഭൂമിയും വെള്ളവും അടക്കം സകലതും അതിസമ്പന്നന്മാർക്കായി വിറ്റുതുലച്ചവരാണ് കേരളം ഭരിക്കുന്നതെന്നും സ്ഥാനം ഒഴിയുന്നതിനു മുൻപ് പണം പരമാവധി കൈക്കലാക്കാനാണ് അവരുടെ നീക്കമെന്നും പിണറായി വിജയൻ പറഞ്ഞു. ഭൂമിയും വെള്ളവും നാടിന് അവകാശപ്പെട്ട മറ്റു പലതും കൈമാറ്റം ചെയ്യപ്പെടുക, ഇതെന്തും കൊടുക്കാൻ തയ്യാറാകുന്നൊരു ഗവൺമെൻറ്റായിട്ടാണ് അതിസമ്പന്നർക്കാണ്, പാവപ്പെട്ടവർക്കല്ല നമ്മുടെ സംസ്ഥാനത്തിലെ ഗവൺമെൻറ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 17 കുടുംബസംഗമങ്ങളിലാണ് പിണറായി പങ്കെടുത്തത്. അവശരും ശയ്യാവലംബികളുമായവരെയും പിണറായി സന്ദർശിച്ചു. പ്രിയ നേതാവിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ആവേശത്തിലാണ് നാട്ടുകാരും. പിണറായി വിജയൻ പിണറായിയിൽ മത്സരിക്കുന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒന്ന് വ്യക്തിപരമായിട്ട് ഞാനാണ്. ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെയുള്ള പണ്ട് കാലമുള്ള ഒരു സഹപ്രവർത്തനം കൂടിയാണ്. ഭൂരിപക്ഷം വിജയിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഒരുപാട് സ്ത്രീകൾ രംഗത്തിറങ്ങി സഖാവിനെ വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ കാഴ്ചവെക്കും. വിജയേട്ടനെ വിജയിപ്പിക്കാൻ ഞങ്ങൾ എല്ലാവരും രംഗത്തുണ്ടാവും. ഇപ്രാവശ്യം എല്ലാവർക്കും നല്ല പ്രതീക്ഷയിലാണ്. പിണറായി വിജയേട്ടൻ നമ്മളെ നാട്ടിൽ മത്സരിക്കുന്നതിനെ പറ്റി നമുക്ക് നല്ല അഭിപ്രായം തന്നെയാണ്. ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കാൻ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു. പിണറായി വിജയന്റെ സ്ഥാനാർത്ഥിത്വം കൊണ്ടുതന്നെ കേരളത്തിലെ ശ്രദ്ധാകേന്ദ്രമായി മാറിയ ധർമ്മടം മണ്ഡലം ഇനി തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് നീങ്ങുകയാണ്. ധർമ്മടം മണ്ഡലത്തിൽ പിണറായി വിജയന്റെ ആദ്യ തെരഞ്ഞെടുപ്പ് പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. ധർമ്മടം മണ്ഡലത്തിൽ നിന്നും
ക്യാമറാമാൻ ജയൻ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില. റവന്യൂ മന്ത്രി അടൂർ പ്രകാശിനെതിരെ ത്വരിതാന്വേഷണത്തിന് വിജിലൻസ് കോടതി ഉത്തരവ്. വിവാദസ്വാമി സന്തോഷ് മാധവൻ ഇടനിലക്കാരനായ കമ്പനിക്ക് ഭൂമി അനുവദിച്ചു നൽകിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി നടപടി. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഉൾപ്പെടെ 5 പേർക്കെതിരെയാണ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഭൂമി അനുവദിച്ചിലെ നടപടികളിൽ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയും ഉൾപ്പെടെയുള്ളവർ ഇടപെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കളമശ്ശേരി സ്വദേശി ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജിയിലാണ് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയുടെ ഉത്തരവ്. മുഖ്യമന്ത്രിയെ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യം കോടതി തള്ളി. റവന്യൂ മന്ത്രി അടൂർ പ്രകാശ്, പ്രിൻസിപ്പൽ സെക്രട്ടറി ഡോക്ടർ ബിശ്വാസ് മേത്ത, സന്തോഷ് മാധവൻ, RMZ കമ്പനി MD VM ജയശങ്കർ തുടങ്ങിയവർക്കെതിരെയാണ് അന്വേഷണം. 15 ദിവസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സമർപ്പിക്കണമെന്നും SP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷണം നടത്തണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. കൊച്ചിയിലെ പുത്തൻവേലിക്കര, മാളയിലെ മടത്തുംപടി എന്നിവിടങ്ങളിലായി 118 ഏക്കർ ഭൂമിയാണ് IT വ്യവസായം തുടങ്ങാൻ RMZ ഇക്കോ വേൾഡ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന കമ്പനിക്ക് നൽകിയത്. ഉത്തരവ് വിവാദമായതിനെ തുടർന്ന് സർക്കാർ ഇത് പിൻവലിച്ചെങ്കിലും അനുവദിച്ചതിലെ ക്രമക്കേടുകളെക്കുറിച്ചാണ് അന്വേഷണം. സന്തോഷ് മാധവൻ ഉൾപ്പെടെയുള്ളവർ സ്വന്തമാക്കിയ സ്ഥലം തണ്ണീർത്തട നെൽവയൽ നിയമങ്ങളുടെ ലംഘനമാണെന്ന് കണ്ട് 2009 സർക്കാർ ഇത് ഏറ്റെടുത്തിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നയുടൻ റവന്യൂ വകുപ്പ് തിരക്കിട്ട ഇപ്പോൾ സ്ഥലം കമ്പനിക്ക് തന്നെ കൈമാറി ഉത്തരവിറക്കി. കോൺഗ്രസിനകത്ത് തന്നെ വലിയ വിവാദമായിരുന്നു ഈ നടപടി. തെരഞ്ഞെടുപ്പിൽ സീറ്റിനു വേണ്ടി മത്സരരംഗത്തുള്ള അടൂർ പ്രകാശിന് കോടതി ഉത്തരവ് തിരിച്ചടിയായിരിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. 2008 മുൻപ് നികത്തിയ പാടങ്ങളും തണ്ണീർത്തടങ്ങളും സാധൂകരിക്കാനുള്ള തുടർ നടപടികൾ ഹൈക്കോടതി തടഞ്ഞു. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുള്ള പാടശേഖരങ്ങളും തണ്ണീർത്തടങ്ങളും നികത്താനാകില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി. സർക്കാരിന്റെ നടപടി ഭരണഘടനാ വിരുദ്ധവും നെൽവയൽ നീർത്തട സംരക്ഷണ നിയമത്തിന്റെ ലംഘനവുമാണെന്ന് ചൂണ്ടിക്കാട്ടി നേച്ചർ ലവേഴ്സ് ഫോറവും മറ്റും സമർപ്പിച്ച ഹർജിയിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. നിയമവിരുദ്ധ നടപടിയിൽ ഏർപ്പെട്ടവരുടെ ഭൂമി സ്വാധൂകരിക്കുന്ന നിയമമാണ് സംസ്ഥാന സർക്കാർ കൊണ്ടുവന്നതെന്ന് കോടതി നിരീക്ഷിച്ചു. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമപ്രകാരം നിലം നികത്തുന്നവരെ പ്രോസിക്യൂട്ട് ചെയ്യാമെന്നിരിക്കെ പുതിയ നിയമപ്രകാരം ഇത്തരക്കാരുടെ നടപടികളെ സർക്കാർ സാധൂകരിക്കുകയാണ്. ഇത് പരസ്പര വിരുദ്ധമായ കാര്യമാണെന്ന് കോടതി നിരീക്ഷിച്ചു. വർഷങ്ങൾക്ക് മുമ്പ് നികത്തിയ ഭൂമി സാധൂകരിക്കുന്നതിൽ അപാകതയില്ലെന്നായിരുന്നു സർക്കാരിൻ്റെ വാദം. എന്നാൽ നിയമം ലംഘിച്ച് പാടം നികത്തിയവരെ സംരക്ഷിക്കുന്നതാണ് പുതിയ നിയമമെന്ന് കോടതി കുറ്റപ്പെടുത്തി. നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അട്ടിമറിക്കുന്നതാണ് പുതിയ നിയമമെന്ന ഹർജിക്കാരുടെ വാദത്തിൽ കഴമ്പുണ്ടെന്നും കോടതി പറഞ്ഞു. ഹർജി ഫയലിൽ സ്വീകരിച്ച കോടതി മധ്യവേനൽ അവധിക്ക് ശേഷം പരിഗണിക്കുന്നതിലേക്കായി മാറ്റി. 2008 മുൻപ് നികത്തിയ തണ്ണീർത്തടങ്ങളും പാടങ്ങളും സാധൂകരിക്കുന്നതിനുള്ള സർക്കാർ നീക്കമാണ് കോടതി ഇടപെടലോടെ പാളിയത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടറുടെ മാതാവും കല്ലുവിള പരേതനായ KC വഗീസിന്റെ ഭാര്യയുമായ കുഞ്ഞമ്മ വർഗീസ് നിര്യാതയായി. 84 വയസ്സായിരുന്നു. റീജിയണൽ മാനേജർ രഞ്ജിത്ത് കൈർലി TVയുടെ റീത്ത് സമർപ്പിച്ചു. മലമ്പുഴയിൽ 2 CPIM പ്രവർത്തകരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ 5 RSS പ്രവർത്തകർക്ക് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് വിധി. 2007 CPIM പ്രവർത്തകരായ ഗോപാലകൃഷ്ണൻ, രവീന്ദ്രൻ എന്നിവർ കൊല്ലപ്പെട്ടത്. കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ RSS പ്രവർത്തകരായ മണികണ്ഠൻ, രാജേഷ്, മുരുകദാസൻ, സുരേഷ്, ഗിരീഷ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവും 2 ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ. പിഴ അടച്ചില്ലെങ്കിൽ 3 വർഷം അധിക തടവ് അനുഭവിക്കണം. പിഴസംഖ്യയിൽ നിന്ന് 4 ലക്ഷം വീതം കൊല്ലപ്പെട്ട ഗോപാലകൃഷ്ണൻ, രവീന്ദ്രൻ എന്നിവരുടെ കുടുംബത്തിന് നൽകണമെന്നും വിധിയിൽ പറയുന്നു. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ വിനോദ് K. കൈനാട്ട്. ഗൂഢാലോചന ഒഴിച്ചുള്ള എല്ലാ പ്രോസിക്യൂഷൻ ആരോപിച്ചിട്ടുള്ള എല്ലാ കുറ്റങ്ങളും സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഇപ്പോൾ ഇതിലെ പ്രധാന നേട്ടം. കൂടാതെ പ്രതികൾക്ക് എല്ലാ പ്രതികൾക്കും ജീവപര്യന്തം തടവിന് പുറമേ വിക്ടിം കോമ്പൻസേഷൻ എന്നുള്ള രീതിയിൽ ഫൈൻ എമൗണ്ട് 2 ലക്ഷം രൂപ വീതം ആവുകയും ശിക്ഷിക്കുകയും 2 ലക്ഷം രൂപയിൽ നിന്ന് 4 ലക്ഷം രൂപ വീതം ഓരോ കുടുംബത്തിനും കോമ്പൻസേഷനായിട്ട് കൊടുക്കണമെന്നും വിധിയിലുണ്ട്. 2007 ഒക്ടോബർ 29 CPIM പ്രവർത്തകരായ ഗോപാലകൃഷ്ണനും രവീന്ദ്രനും കൊല്ലപ്പെട്ടത്. മലമ്പുഴ കടുക്കാംകുന്നിൽ വെച്ച് പതിയിരുന്ന RSS സംഘം മാരകായുധങ്ങൾ ഉപയോഗിച്ച് വെട്ടിക്കൊല്ലുകയായിരുന്നു. മലമ്പുഴ മിൽമ കാലിത്തീറ്റ ഫാക്ടറി തൊഴിലാളികളായിരുന്നു ഇരുവരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്.